പെരിയ ചാലിങ്കാലിന് സമീപം 2 പോത്തുകളുടെയും കാളയുടെയും ജഡങ്ങൾ കണ്ടെത്തി. നാട്ടുകാരുടെ പരാതിയിൽ അമ്പലത്തറ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. പുല്ലൂർ ചാലിങ്കാൽ കേളത്തിന് സമീപം 2 പോത്തുകളുടെയും കാളയുടെയും ജഡങ്ങൾ കണ്ടെത്തി. റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ വിജനമായ സ്ഥലത്ത് രാവിലെയോടെയാണ് പോത്തുകളുടെയും കാളയുടെയും ജഡങ്ങൾ കൂട്ടിയിട്ട നിലയിൽ കണ്ടത്. ദേശീയപാതയ്ക്ക് സമീപത്താണിത്. രാത്രി മഴ മാറിയതിനു ശേഷം വാഹനത്തിലെത്തിച്ച ജഡങ്ങൾ ഉപേക്ഷിച്ചതാണെന്ന് സംശയിക്കുന്നു. ഇന്നലെ മഴ ഉണ്ടായിരുന്നില്ല. ഒരു 8 മണിക്ക് ശേഷം മഴ ഉണ്ടായിരുന്നില്ലേ, 10 മണി വരെ മഴയ്ക്ക് ശേഷമാണ് ഇതുണ്ടായ സംഭവം. കാരണം ഒരു നമ്പർ ഉണ്ട്, ഒരു വണ്ടിയുടെ നമ്പർ കിട്ടിയത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ മഴക്ക് ശേഷം തന്നെ നമ്പർ ഇവിടെ വീണിട്ടുണ്ടായിരുന്നു, ഒരു വണ്ടിയുടെ നമ്പർ. ലക്ഷ്മി ഓഫീസിൽ വീണതോ ഇല്ലെന്നല്ല അറിയില്ല. അവർ വിളിക്കുമ്പോൾ ആലപ്പുഴയെന്ന് വരുമാണ് ഡ്രൈവർ. പോലീസ് സ്റ്റേഷനിൽ കൊടുത്തില്ല. പോലീസ് സ്റ്റേഷൻ വ്യക്തികളൊക്കെ കൊടുത്തു, പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്തിലെ ആൾക്കാരെ കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ വിവരാതെ 3 പോത്ത് കയറും. പോത്ത് കയറുമ്പോൾ ഏറ്റവും വലിയ ഇതാണ് ഒരു കാര്യം. സ്ഥലത്ത് നിന്നും കളഞ്ഞു കിട്ടിയ കടലാസിലെ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ പാലക്കാട്ടെ ഡ്രൈവറാണെന്ന് കണ്ടെത്തി. നാട്ടുകാർ നൽകിയ പരാതിയിൽ അമ്പലത്തറ ഇൻസ്പെക്ടർ UP വിപിൻ സ്ഥലത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് CK സബിത, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ബാബുരാജ്, മെമ്പർ A കൃഷ്ണൻ, ബ്ലോക്ക് അംഗം മെഡിക്കൽ നാരായണൻ എന്നിവരും സ്ഥലത്തെത്തി. ജനവാസ കേന്ദ്രത്തിലാണ് ജഡങ്ങൾ തള്ളിയത്. ആരോഗ്യ വിഭാഗം എത്തി പരിശോധന നടത്തി. അഴുകിത്തുടങ്ങിയ ജഡങ്ങൾ കുഴിച്ചിടാൻ തീരുമാനിച്ചു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, പെരിയ.